പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഫാദിലും അവൻ്റെ ഉപ്പയും കൂടെ ഒരു ഹദീഖത്തുൽ ഹയവാനാത്ത് കാണാൻ വേണ്ടി പോയി. അവിടുന്ന് കുറേ ഹയവാനാത്ത് മൃഗങ്ങളെ കണ്ടു, കുറേ തുഴൂർ പക്ഷികളെ കണ്ടു. അപ്പം അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഫാദിൽ അവൻ്റെ ഉപ്പയോട് പറയണം, യാ വാലിദി പേ അസാലബു കൽ കൽബി. കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരമാതിരിയാണ്? നായൻ്റെ മാതിരിയാണ്. ഇക്കാന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്, ലൈക്ക് പോലെ എന്ന് പറയാൻ. ഞാൻ ഓനെപ്പോലെയാണ്, ഞാൻ ഓളെപ്പോലെയാന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ക. അസാലബു കൽ കൽബി, കുറുക്കൻ നായിനെ പോലെയാണ്. വല്ലബിയു കൽ അനമി, മാനും എന്തിനെ പോലെയാണ്? ആടിനെ പോലെയാണ് തോന്നുന്നത്. അലൈസക താരിക്ക, അങ്ങനല്ലേ? നിൽക്കും അങ്ങനെ തന്നെ അല്ലേ തോന്നിയത്? ആദ്യമായിട്ട് സൂല് പോയതായിരിക്കും, അതാണ്. ഇപ്പോൾ കാലൽ വാലിദ്, അപ്പോൾ ഉപ്പ ശരിക്കും അങ്ങനെയൊന്നും അല്ലെങ്കിലും ബലായാവുനയ്യ, സാമ്യതകളുണ്ട് മകനെ എന്ന് പറഞ്ഞു. വഖദ് ഫഹിംത അനിൽ ഹയവാനാത്തി, നിനക്ക് മനസ്സിലായല്ലോ എന്തിനെ തൊട്ടിട്ട്? മൃഗങ്ങളെക്കുറിച്ച്. വാനി തൊയൂരി ജയ്യിത, പക്ഷികളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് മനസ്സിലായല്ലോ. വഹിമിൻ അജാഇബി ഖൽഖില്ലാഹി തആല, പക്ഷികളും മൃഗങ്ങളൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണെന്ന് പറയാണ്. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഹയവാനാത്ത്, ഇനി രണ്ടാമത്തത് തുയൂർ, പക്ഷികൾ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ പേരുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹുറൂഫ് ജറാണ്, ജറിൻ്റെ ഹർഫുകൾ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇതിൽ നമുക്ക് അല ഉണ്ട്, അന്നുണ്ട്, ഫീ ഉണ്ട്,